ഹായ് ഫ്രണ്ട്സ്, ഞാൻ പാത്തുമ്മക്കുട്ടി, റിട്ടയർഡ് ടീച്ചറാണ്. എല്ലാവർക്കും സ്കിൽഫുൾ ലൈഫിലേക്ക് സ്വാഗതം. നമുക്ക് നോക്കാം നമ്മുടെ ജീവിതം എന്തിനെ കേന്ദ്രീകരിച്ചാണ് എന്നത്. കേന്ദ്രീകരിക്കുക എന്ന് പറയുമ്പോൾ ഏത് കാര്യത്തിലാണ് നമുക്ക് ഓരോരുത്തർക്കും ശ്രദ്ധ കൂടുതലുള്ളത് എന്നതാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ചുറ്റുമുള്ള ആളുകളെ നിരീക്ഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ചില ആളുകൾ വസ്തുവകകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നവരാണ്. അതായത് കുറേ സ്വത്ത് വാങ്ങുക, അല്ലെങ്കിൽ നല്ല അടിപൊളി വീടുണ്ടാക്കുക, കോടികളുടെ വീടുണ്ടാക്കുക, സ്വർണം വാങ്ങുക, കുറേ ഡ്രസ്സുകൾ വാങ്ങുക, ചെരുപ്പുകൾ വാങ്ങുക, അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് അവർക്ക് ശ്രദ്ധ. അത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് അവർക്ക് സന്തോഷം കിട്ടുന്നത്. അങ്ങനെയുള്ള കുറേ ആളുകളുണ്ടാവും. കുറേ ആളുകൾ സുഹൃത്ത് കേന്ദ്രീകൃതമാണ്. കുറേ ആളുകളുടെ ലൈഫ്, അതായത് അവർക്കെല്ലാം ഫ്രണ്ട്സ് പറയുന്നതാണ്. സ്വന്തം വീട്ടിലെ കാര്യം പോലും നോക്കുന്നത് ഫ്രണ്ട്സ് പറയുന്നതാണ്. ഇത്തരം സുഹൃത്ത് കേന്ദ്രീകൃതമായ ആളുകൾ ചെറിയ ആവുന്ന സമയത്ത് ആണ് സ്വന്തം സുഹൃത്തിനെ വിഷമിപ്പിക്കരുത് എന്ന് കരുതി പല അബദ്ധങ്ങളിലും ചെന്ന് ചാടുന്നത്. ചില ആളുകൾ സ്കൂൾ കേന്ദ്രീകൃതമായിരിക്കും. അതായത് അധ്യാപകരെ വിഷമിപ്പിക്കരുത്, അധ്യാപകർ പറയുന്നത് അക്ഷരം പ്രതി കേൾക്കുക. അതുകൊണ്ട് തന്നെ സ്കൂൾ ജീവിതത്തിൽ കിട്ടാവുന്ന സന്തോഷങ്ങളിലൊന്നും ഏർപ്പെടാതെ വെറും ഗ്രേഡ് ഉയർത്താൻ വേണ്ടി മാത്രം പരിശ്രമിക്കുന്നവർ. ചില ആളുകൾ പാരൻസ് കേന്ദ്രീകൃതമായിരിക്കും. മാതാപിതാക്കളെ വിഷമിപ്പിക്കരുത്, അവരെന്താണോ പറയുന്നത് അതിനനുസരിച്ച് മാത്രം ജീവിക്കുക. അതായത് സ്വന്തം ഇഷ്ടങ്ങളെ ഒരിക്കലും ഇഷ്ടത്തിനോട് ഒരിക്കലും കൂറ് പുലർത്താതെ രക്ഷിതാക്കൾ വിഷമിക്കല്ലോ എന്ന് കരുതി അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നവർ. എന്നാൽ ഈ കേന്ദ്രീകൃതം ആയ ലൈഫിൽ നമുക്ക് കുറേ പ്രയാസങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതായത് സുഹൃത്ത് കേന്ദ്രീകൃതമാണെങ്കിൽ ആ സുഹൃത്ത് വിട്ടുപോവുകയോ അല്ലെങ്കിൽ സുഹൃത്ത് നല്ലതാവാതിരിക്കുകയോ ചെയ്യുമ്പോൾ പ്രയാസം ഉണ്ടാവും. പിന്നെ മാതാപിതാക്കളെ കേന്ദ്രീകരിക്കുമ്പോൾ മാതാപിതാക്കളിലും അതെ വ്യത്യസ്ത സ്വഭാവങ്ങളും പോരായ്മകളും ഉള്ളവരുണ്ടാവും. അപ്പോൾ അങ്ങനെ അവരെ കേന്ദ്രീകരിച്ച് മാത്രം ജീവിക്കുമ്പോൾ പ്രയാസങ്ങൾ അനുഭവപ്പെടും. മാതാപിതാക്കൾ പറയുന്നത് കേൾക്കരുത് എന്നല്ല അർത്ഥം, പക്ഷെ ഫുള്ളും അവരെ കേന്ദ്രീകരിച്ച് മുന്നോട്ടുള്ള ജീവിതം പ്രയാസകരമായിരിക്കും. പ്രത്യേകിച്ച് ഒരു ലൈഫൊക്കെ തുടങ്ങുന്ന സമയത്ത് അത് വലിയ പ്രയാസം ഉണ്ടാകും. എന്നാൽ പിന്നെ നമ്മൾ ആരെയാണ് കേന്ദ്രീകരിക്കേണ്ടത്? നമ്മൾ കേന്ദ്രീകരിക്കേണ്ടത് തത്വങ്ങളെയാണ്. തത്വങ്ങളെ കേന്ദ്രീകരിച്ച് ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് യാതൊരു പ്രയാസങ്ങളുണ്ടാവില്ല. അവ ഒരിക്കലും നമ്മെ പരാജയപ്പെടുത്തില്ല. തത്വങ്ങൾ ഒരിക്കലും നമ്മെ ജീവിതത്തെ പുറകോട്ട് വലിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ നേട്ടം. എന്താണ് ഈ തത്വങ്ങൾ? തത്വങ്ങൾ എന്ന് പറയുന്നത് വാല്യൂസാണ്, മൂല്യങ്ങളാണ്. ആത്മാർത്ഥത, സത്യസന്ധത, ക്ഷമ, അതേപോലെ മറ്റുള്ളവരെ സഹായിക്കുക തുടങ്ങിയ കാര്യങ്ങളായിരിക്കും. അപ്പോൾ അതിൽ നമുക്ക് ഒന്ന് രണ്ട് തത്വങ്ങളെ നോക്കാം. ഉദാഹരണമായിട്ട് സത്യസന്ധത. സത്യസന്ധത എന്ന് പറയുമ്പോൾ അതിൽ കുറേ കാര്യങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. നേരെ പോകുന്നുള്ളത് സത്യസന്ധതയിലാണ്. സത്യം പറയുക, മറ്റുള്ളവരെ വഞ്ചിക്കാതിരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സത്യസന്ധതയിൽ പെടുന്നതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സത്യസന്ധമായി ജീവിക്കുമ്പോൾ നമുക്ക് ആദ്യം ഒരു പ്രയാസം ഉണ്ടെങ്കിലും അന്തിമമായിട്ട് നമുക്കായിരിക്കും വിജയം ഉണ്ടാവുക. പിന്നെ മാനസികമായിട്ടുള്ളൊരു സന്തോഷം കിട്ടും. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ കോപ്പി അടിക്കുക, അത് സത്യസന്ധത കേന്ദ്രീകൃതമല്ലാത്ത ആളുകൾക്ക് അത് സാധിക്കുള്ളൂ. എല്ലാവരും കോപ്പി അടിക്കണ കണ്ടാലും ജീവിതം സത്യസന്ധതയിൽ കേന്ദ്രീകരിച്ച വ്യക്തികൾക്ക് ഒരിക്കലും കോപ്പി അടിക്കാൻ സാധിക്കില്ല. ആര് പറഞ്ഞാൽ പോലും കോപ്പി അടിക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഗാന്ധിജിക്ക് അന്ന് സ്വന്തം അധ്യാപകൻ പറഞ്ഞിട്ട് പോലും കോപ്പി അടിക്കാൻ സാധിക്കാഞ്ഞത്. അങ്ങനെയുള്ള ആളുകളുടെ ലൈഫിൽ എന്നും സന്തോഷം ഉണ്ടാവുള്ളൂ. ജീവിതം വിജയത്തിലൂടെ മാത്രമേ കടന്നു പോകുള്ളൂ. സത്യസന്ധത, അതുപോലെ ആത്മാർത്ഥത കേന്ദ്രീകൃതമായ ഒരു സംഭവം ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാം. അതായത് നിങ്ങളെല്ലാവരും വായിച്ചതായിരിക്കും, വാട്സപ്പിലൊക്കെ വന്നതാണ്. 2 സഹോദരങ്ങൾ ഫ്രാൻസിൽ ഒരു കമ്പനിയിൽ സൈനികരായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. ആ സമയത്ത് ജർമ്മൻകാരുടെ വെടിയേറ്റ് ഒരു സഹോദരന് ആ യുദ്ധകളത്തിൽ വീണുപോയി. നമുക്ക് അദ്ദേഹത്തെ ജോൺ എന്ന് പേര് വിളിക്കാം, മറ്റേ സഹോദരനെ ടോം എന്ന് വിളിക്കാം. ജോൺ വെടിയേറ്റ് വീണപ്പോൾ ടോം എങ്ങനെയോ
ആ യുദ്ധകളത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വന്തം സൈനിക ഓഫീസറുടെ അടുത്ത് വന്നിട്ട് എനിക്ക് എങ്ങനെയെങ്കിലും ജോണിനെ കൊണ്ടുവരണം എന്ന് പറഞ്ഞു. അപ്പോൾ സൈനിക ഓഫീസർ പറഞ്ഞു, ജോൺ ഏതായാലും മരിച്ചു കാണും, നീ നിൻ്റെ ജീവനും കൂടി അപകടത്തിലാക്കണ്ട, പോവേണ്ട എന്ന് പറഞ്ഞു. എന്നാൽ ടോം വാശി പിടിച്ച് ഓഫീസറോട് കേണപേക്ഷിച്ച് അദ്ദേഹത്തിൻ്റെ പെർമിഷൻ വാങ്ങി ജോണിനെ കൊണ്ടുവരാൻ പോവുകയാണ്. പോകുന്നതും വളരെ ദുഷ്കരമാണ്. ശത്രു സൈന്യത്തിൻ്റെ കണ്ണിൽ പെടാതെ എങ്ങനെയോ ടോം അവിടെ എത്തി. അവിടെ ചെന്നപ്പോൾ ജോൺ അവിടെ കിടക്കുകയാണ്, വീണെടുത്ത് കിടക്കുകയാണ്. ടോം ജോണിനെ വാരിയെടുത്ത് ഓടി സൈനിക ഓഫീസറുടെ മുന്നിൽ കൊണ്ടുവന്നപ്പോൾ ഓഫീസർ പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ ഇനി അവൻ മരിച്ചു കാണുന്നു, ഇപ്പം എന്താ സ്ഥിതി, നീ അധ്വാനിച്ചതൊക്കെ വെറുതെ ആയില്ലേ എന്ന്. അപ്പോൾ ടോം പറയാണ്, ഇല്ല സർ, ഞാൻ ചെയ്തത് കൃത്യമായ ഒരു പണിയാണ്. കാരണം എൻ്റെ ജീവിതത്തിൽ ഇന്നും എനിക്ക് റിഗ്രറ്റ് ഇല്ലാതെ ജീവിക്കാൻ സാധിച്ചത് ഈ ഒരൊറ്റ പ്രവൃത്തി കൊണ്ടാണ്. കാരണം ഞാൻ ചെന്നപ്പോൾ ജോണിനെ വാരിയെടുത്തു. അപ്പോൾ അവൻ എന്നോട് പറയുകയാണ്, ടോം, നീ എന്തായാലും വരുമെന്ന് എനിക്കറിയാമായിരുന്നു, നീ വരുമെന്ന് എനിക്കറിയാമായിരുന്നു എന്ന് 2 പ്രാവശ്യം പറഞ്ഞതിന് ശേഷമാണ് അവൻ മരണത്തിന് കീഴടങ്ങിയത്. അപ്പോൾ എൻ്റെ ആ ആത്മാർത്ഥതയും അവൻ്റെ ആ വിശ്വാസവും നിലനിർത്താൻ എനിക്ക് സാധിച്ചു എന്നതിൽ ഞാൻ കൃതാർത്ഥനാണ്. അതുകൊണ്ട് ഇതുപോലെ നമുക്ക് ഓരോരുത്തർക്കും ജീവിതം തത്വത്തിൽ കേന്ദ്രീകരിച്ച് ജീവിക്കാൻ സാധിക്കട്ടെ എന്ന്, എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഈ തരത്തിലുള്ള ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നിങ്ങളിൽ എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത് എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.